ഒരു വിശേഷ ദിവസം ദേവേന്ദ്രന്റെ സഭയിൽ അപ്സരസുകളും ഗന്ധർവരും മുനിശ്രേഷ്ഠനും അങ്ങനെ സകലരും ആഗതരായി. എന്നാൽ ഇതിനിടെ ക്രൗഞ്ചൻ എന്ന ഗന്ധർവൻ അവിടെ എത്തിയ വാമദേവ മഹർഷിയുടെ ഇടതുകാലിൽ അറിയാതെ ചവിട്ടി. കോപം പൂണ്ട മഹർഷി ക്രൗഞ്ചനെ ശപിച്ചു. ധിക്കാരി, നീയൊരു മൂഷികനായി തീരട്ടെ. ക്രൗഞ്ചൻ വാമദേവ മഹർഷിയോട് ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചു. മാമുനെ, ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല, ദയവായി ശാപം പിൻവലിച്ചാലും. ശാപം തിരിച്ചെടുക്കാൻ സാധിക്കില്ല, പക്ഷേ നീ ഭാവിയിൽ ശ്രീ ഗണേശന്റെ വാഹനമായി തീരും. അതിലൂടെ നിനക്ക് മോക്ഷം പ്രാപിക്കാം എന്ന് വാമദേവ മഹർഷി പറയുകയും ക്രൗഞ്ചൻ മുനിയോട് നന്ദി പറയുകയും ചെയ്യുന്നു. മൂഷികനായി മാറിയ ക്രൗഞ്ചൻ വളരെ കാലം ചുറ്റിനടന്നു. ഒരു ദിവസം പരാശര മഹർഷിയുടെ ആശ്രമത്തിൽ എത്തി. പൂജയ്ക്കായി കരുതി വെച്ചിരുന്ന പൂക്കളും എല്ലാം തട്ടിമറിച്ച് തലങ്ങും വിലങ്ങും അവൻ ഓടി. പരാശര മഹർഷി എത്ര ശ്രമിച്ചിട്ടും മൂഷികനെ കിട്ടിയതേയില്ല. എന്നാൽ അവന്റെ ഉപദ്രവം തുടർന്നുകൊണ്ടേയിരുന്നു. ആശ്രമത്തിലെ മുഴുവൻ ധാന്യങ്ങളും അവൻ തിന്നുതീർത്തു. രാത്രിയിൽ ഉറങ്ങുകയായിരുന്ന മുനിയെ മൂഷികൻ ശല്യപ്പെടുത്തി ഉറങ്ങാൻ അനുവദിച്ചില്ല. പിറ്റേ ദിവസം നന്നായി ക്ഷീണിതനായ മുനി അതീവ ദുഃഖിതനായി തീർന്നു. മുനിയുടെ മുമ്പിൽ തേജസ്വിയായ ഒരു ബാലൻ പ്രത്യക്ഷപ്പെട്ടു. നീ ആരാണെന്ന് മുനി ബാലനോട് ചോദിച്ചു. ഞാൻ ഗണേശൻ ആണെന്നും അങ്ങയുടെ മനോവിഷമം ഞാൻ മാറ്റിത്തരാം എന്നും അതിനൊരു പരിഹാരം ആയാണ് എന്റെ വരവ് എന്നും ആ ബാലൻ പറഞ്ഞു. മഹർഷി നടന്ന കാര്യമെല്ലാം ബാലനോട് പറയുകയും അങ്ങ് വിഷമിക്കേണ്ട, ആ വികൃതിയെ ഞാൻ എന്റെ വാഹനമായി കൂടെ കൂട്ടാം എന്നും പറയും. ഉടനെ തന്നെ ഗണേശൻ ഒരു ചെറിയ കയറിൽ മൂഷികനെ ബന്ധിച്ചു. തന്റെ യഥാർത്ഥ രൂപം സ്വീകരിച്ച ഗണേശൻ മൂഷികന്റെ പുറത്ത് കയറിയിരുന്നു. ഗണേശനെ തള്ളിയിടാൻ എല്ലാ ദിക്കിലേക്കും മൂഷികൻ ഓടി. ഒടുവിൽ തോൽവി സമ്മതിച്ച് മൂഷികൻ ഗണേശനെ സ്തുതിച്ച് വാഹനമായി കൂടെ കൂടി. ഓം ഗണേശായ നമഃ.